ബി.ജെ.പി. കായംകുളം മണ്ഡലം സെക്രട്ടറി ബിനു വടശ്ശേരിയെയും 7ാം വാർഡ് ജനപ്രതിനിധിയുമായ ബിനുവിന്റെ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ ദുഷ്പ്രവർത്തിക്കെതിരെ ബി.ജെ.പി. പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. കായംകുളം മണ്ഡലം സെക്രട്ടറി ബിനു വടശ്ശേരിയെയും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് ജനപ്രതിനിധി ബിനുവിന്റെ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ ദുഷ്പ്രവർത്തിക്കെതിരെ ബി.ജെ.പി. പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശങ്കരൻ നമ്പൂതിരിപ്പാടും സ്വപ്നം കണ്ട വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വളർച്ചയല്ല ഈ കേരള സംസ്ഥാനത്തുണ്ടാകുന്നത് എന്ന് പത്തിയൂരിലെ സാധാരണ സഖാക്കന്മാർ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് RSS വിരോധമില്ലാതെയാകും, BJP വിരോധമില്ലാതെയാകും. നാളെ നിങ്ങൾ ആ പാത വിട്ട് കുങ്കുമഹരിത പതാക പിടിച്ച് ഭാരത് മാതാ കി ജയ് വിളിക്കാൻ ഇങ്ങോട്ട് നിങ്ങൾ വരുമെന്ന നിങ്ങളുടെ നേതാക്കന്മാരുടെ തിരിച്ചറിവാണ്. എക്സൈസിനെ ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച് ഒരു ജനപ്രതിനിധിയെയും അവരുടെ സംരക്ഷകനായ ബിനു വടശ്ശേരിയെയും ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരുന്നത്. എന്തിനാണ് 2,70,00,000 രൂപ കരിമണൽ കർത്തയുടെ CMRL കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയത് എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. എത്ര ചർച്ചകൾ മാധ്യമ മുറികളിൽ, സംവാദ വേളകളിൽ ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാർ ചോദിക്കുമ്പോ ഇടതുപക്ഷത്തിന്റെ ന്യായീകരണ തൊഴിലാളികളായി സംവാദങ്ങളിൽ വരുന്നവർക്ക് ഒരു മറുപടിയില്ല. എന്ത് സേവനം കൊടുത്തു എന്നതിന് ഉത്തരമില്ല. പത്തിയൂരിലെ സഖാക്കന്മാർക്ക് ഉത്തരമുണ്ടെങ്കിൽ നാളെ മൈക്ക് കെട്ടി വെച്ച് ഇവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങളും കേൾക്കാം. മുഖ്യമന്ത്രിയുടെ മകൾ ജയിലിലേക്ക് പോകുമ്പോൾ പറയുകയാണ്, ഇത് RSS പകവീട്ടുകയാണ്, BJP പകവീട്ടുകയാണ്, BJP പകവീട്ടുകയാണെന്ന് പറയുകയാണ്. 2,70,00,000 എന്തിനു വാങ്ങി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. BJP പകവീട്ടി എന്ന് പറയുകയാണ്. ഇത് തന്നെയാണ് കരുവന്നൂരിൽ ഇത് തന്നെയാണ്. കേരളത്തിന്റെ സഹകരണ മേഖലയെ മുച്ചൂടും മുടിക്കുന്നതിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രിയമുള്ളവരെ മത്സരിക്കുകയാ. വീടിന്റെ മുറ്റത്തു കാണുന്ന സാമ്പത്തിക സ്ഥാപനം എന്ന നിലയിൽ തന്റെ അധ്വാനത്തിന്റെ അംശം കൊണ്ടുവന്ന് വിശ്വാസത്തോടെ നിക്ഷേപിച്ച് നാളെ ഒരു ആവശ്യം വന്നാൽ ഓടിച്ചെന്നാൽ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപം നടത്തിയാൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷിബു എസ് കാരാവളിൽ സ്വാഗത പ്രസംഗവും ആലപ്പുഴ തെക്കൻ ജില്ലാ ഉപാധ്യക്ഷൻ രമേശ് കൊച്ചുമുറി മുഖ്യപ്രഭാഷണവും നടത്തി. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു, ആലപ്പുഴ തെക്കൻ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാമദാസ്, ബി.ജെ.പി. കായംകുളം മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ്, ആലപ്പുഴ തെക്കൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിത രാജു, ജില്ലയുടെ സെക്രട്ടറി രാജശ്രീ കമ്മത്ത്, മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ബിജു ആമ്പക്കാട്, ബിബിൻ രാജ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ആർ രാജേഷ് കമ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.